ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഋഗ്വേദിക് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ലേറ്റർ വേദിക് പീരീഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുമ്പം ഋഗ്വേദിക് പീരീഡിൽ ഋഗ്വേദയായിരുന്നു നമുക്ക് ടെക്സ്റ്റ് ബുക്കായിട്ട് കിട്ടിയിരുന്നത്. ലേറ്റർ വേദിക് പീരീഡിൽ ലിറ്ററൽ സോഴ്സസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ബാക്കി 3 വേദിക് ടെക്സ്റ്റ് ബുക്കുകളാണ്. അതായത് സമവേദ, യജുർവേദ, അഥർവവേദ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് അവരുടെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസസുകൾ നമുക്ക് വളരെ കുറവായിരുന്നു. അപ്പം ഋഗ്വേദിക് പീരീഡിന് ശേഷമുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ലേറ്റർ വേദിക് പീരീഡിലുള്ളതാണ്. നമ്മൾ വേദിക് ഹിംസ് അല്ലെങ്കിൽ മന്ത്രാസിനെ സംഹിത എന്നാണ് വിളിച്ചിരുന്നത്. ഫസ്റ്റ് സംഹിത എന്താണ്? ഋഗ്വേദിക് സംഹിതയായിരുന്നു. അത് നമ്മുടെ ഏർലി ആര്യൻസിൻ്റെ ലൈഫ് സ്റ്റൈലെല്ലാം മനസ്സിലാക്കാൻ പറ്റി. ഇനി പിൻഗാമികൾ, ആര്യൻസിൻ്റെ പിൻഗാമികളെ പറ്റിയുള്ളത് കിട്ടിയിരുന്നത് നമുക്കറിയാം. ഇവർ മന്ത്രങ്ങൾ എഴുതി വെച്ചിരുന്നില്ല, ഉരുവിട്ടായിരുന്നു ഓരോ ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നമുക്ക് പാട്ടുകൾ, അതൊരു ട്യൂൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും അതിൻ്റെ വരികൾ. അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾക്ക് ഒരു ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് മനസ്സിലാക്കി കുറച്ചും കൂടി മോഡിഫൈ ചെയ്തു. ആ മോഡിഫൈഡ് കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമവേദ എന്ന് പറയുന്നത്. സാമവേദ സംഹിത. സാമവേദ സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ഓഫ് ദ മെലഡി ഫോർ ചാൻറ്റിങ്. അതുപോലെ തന്നെ അടുത്ത ഒരു ടെക്സ്റ്റ് ബുക്കാണ് യജുർവേദ. യജുർവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രങ്ങളോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട റിച്വൽസിൻ്റെ പറ്റിയുള്ള നോളജും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ പോയറ്റ് ആൻഡ് പ്രോസ് ഫോംസ് ഉണ്ടായിരുന്നു. കവിതയും ഉണ്ടായിരുന്നു, ഗദ്യരൂപത്തിലും അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യജ്ഞങ്ങളൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഇതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് യജുർവേദയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് അന്നത്തെ ആ ആര്യൻസിൻ്റെ പൊളിറ്റിക്കൽ ലൈഫും സോഷ്യൽ ലൈഫും മനസ്സിലാക്കാൻ പറ്റും. ഇനി വരുന്നതാണ് അഥർവവേദ. അഥർവവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ഫോർമുലാസാണ് അതിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് ഈവിൽസിനെയും രോഗങ്ങളെയൊക്കെ എങ്ങനെ അകറ്റണം, അതിനു വേണ്ടിയുള്ള മന്ത്രങ്ങളായിരുന്നു അഥർവവേദയിൽ ഉണ്ടായിരുന്നത്. ഈ 3 ടെക്സ്റ്റ് ബുക്കുകളല്ലാതെ മറ്റ് ബുക്സുകൾ വന്നിട്ടുണ്ടായിരുന്നു ലേറ്റർ വേദിക് പീരീഡിൽ. ബ്രാഹ്മണാസ്, ആരണ്യകാസ്, ഉപനിഷത്ത്. എന്തായാലും ഇതിലെല്ലാം തന്നെ റിച്വലിസ്റ്റിക് ഫോർമുലാസാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ നിന്ന് നമുക്ക് അന്നത്തെ സൊസൈറ്റിയിലെ സോഷ്യൽ റിലീജിയസ് ആസ്പെക്ട്സിനെ മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലേറ്റർ വേദിക് ടെക്സ്റ്റ് ബുക്സും ഏകദേശം 1000 BC to 600 BC കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. ഈ ബുക്സുകളൊക്കെ നമുക്ക് ഗംഗയുടെ അപ്പർ പോർഷനിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതേ റീജിയനിൽ തന്നെ അയൺ വെപ്പൺസും കിട്ടിയിരുന്നു. അതുപോലെ തന്നെ പെയിൻറ്റഡ് ഗ്രേ വെയർ കിട്ടിയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അയണിൻ്റെ യൂസേജൊക്കെ ഇന്ത്യയിൽ ഏകദേശം 1100 BC-യിലാണ് കാണപ്പെട്ടിരുന്നത്. അപ്പോൾ അതൊരു ലേറ്റർ വേദിക് പീരീഡിന് ശേഷമാണ് ആര്യൻസ് അയൺസ് യൂസ് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏർലി ആര്യൻസിന് അയൺ അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ പ്രീ അയൺ ഫേസ് എന്ന് പറയും. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അയൺ ഫേസ് എന്ന് വിളിക്കാം. പിന്നീട് നമുക്കറിയാം, ഏർലി ആര്യൻസ് പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന ആ റീജിയനിലേക്കായിരുന്നു കണ്ടിരുന്നത്. ഇപ്പം എന്നാൽ നമ്മൾ ലേറ്റർ വേദിക് ടെക്സ്റ്റ് ബുക്സുകളാണെങ്കിലും അതുപോലെ തന്നെ അയൺ വെപ്പൺസൊക്കെ എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത് ഗംഗ റീജിയനാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചാബ്, ആ ഒരു വെസ്റ്റേൺ റീജിയനിൽ നിന്ന് UP ഈസ്റ്റേൺ പാർട്ടിലേക്ക് ആര്യൻസ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ പറഞ്ഞിരുന്ന ആദ്യത്തെ മേജർ ട്രൈബ്സിനെ ഓർമ്മയുണ്ടോ? ഭാരദാസും പുരൂസും. ഇവർ കമ്പൈൻ ചെയ്തിട്ടാണ് കുരുവംശം ഉണ്ടായത്. ഈ കുരുവംശം റിവറിൻ്റെ ഇടയിലായിരുന്നു സെറ്റിൽ ചെയ്തിരുന്നത്. ഒന്നാമത്തെ റിവർ എന്ന് പറയുന്നത് ദൃഷത്വതിയും സരസ്വതി. ഈ 2 റിവറിൻ്റെ ഇടയിലായിരുന്നു അവർ സെറ്റിൽ ചെയ്തിരുന്നത്. പിന്നീട് അവർ എന്ത് ചെയ്തു? ഡൽഹി ഓക്യുപ്പൈ ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഡൽഹിയിലെ ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് കുരുക്ഷേത്ര. അപ്പം നമ്മുടെ ഈ ഒരു 2 നദികളുടെ ഡൊയാബ് വരുന്ന ആ ഒരു അപ്പർ പോർഷൻ, ഗംഗാ യമുനയുടെ അപ്പർ പോർഷൻ വരുന്നതാണ്. ആ റീജിയൻ എന്ത് ചെയ്തു? ഈ കുരുവംശർ കൈയടക്കി. അതിനുശേഷം ഈ ഒരു ഗംഗാ യമുന സംഗമം വരുന്ന ആ ഒരു മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിലേക്ക് വന്നപ്പോഴേക്കും അവർ കുരുവംശർ പാഞ്ചാലാസുമായിട്ട് കമ്പൈൻ ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ക്യാപിറ്റൽ മീററ്റിലെ, UP-യിലെ മീററ്റിലെ അസ്തിനപൂർ ആക്കി സെറ്റിലാക്കി. നമുക്ക് ഈ ഒരു ട്രൈബലിൻ്റെ ഈ ഒരു സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്
മഹാഭാരത എപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു മഹാഭാരതയുടെ എപ്പിക്കിൻ്റെ തീമാണ് നമ്മൾ ഈ ഒരു ട്രൈബ്സിൻ്റെ കാര്യങ്ങളും ഈ ഹസ്തിനപൂർ എന്ന് പറയുന്ന ക്യാപിറ്റലും ഒക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മഹാഭാരത എപ്പിക്കിൻ്റെ ആ ഒരു ബാറ്റിൽ നടന്നത് ഏകദേശം 950 BC ആണ്. അപ്പോൾ ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിൽ തന്നെ ആയിരുന്നു ഇത് നടന്നത്. ഈ ഒരു മഹാഭാരത യുദ്ധം നടന്നത് പാണ്ഡവാസും കുരുവംശവും തേർന്നിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തു, ഈ ഒരു കുരുവംശം തന്നെ പൂർണ്ണമായിട്ടും വൈപ്പ് ഔട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എക്സ്കവേഷൻസ് തന്നെയായിരുന്നു. ഹസ്തിനപൂർ എന്ന് പറയുന്ന ഈ ഒരു ക്യാപിറ്റൽ റീജിയനിൽ ഒരുപാട് എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാറ്റിൽ 900 BC ടു 500 BC കാലഘട്ടത്തിലെ എക്സ്കവേഷൻസ് ആണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് അവിടെ ഒരു ടൗൺ ലൈഫിൻ്റെ ബിഗിനിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിക്ക് എഴുതുന്നത് ഏകദേശം ഒരു 4th century AD കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു എക്സ്കവേഷൻസിൻ്റെ പഴമയും ഈ ഒരു എപ്പിക്കിൻ്റെ എന്താണ് കഥ ഉണ്ടായ ഒരു ടൈമിങ് തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് തന്നെ ഉണ്ട്. പിന്നീട് ഈ ലേറ്റർ വേദിക് പീരീഡിൻ്റെ എക്സ്കവേഷൻസിൽ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സ് ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ കുറേ മഡ് സ്ട്രക്ചേഴ്സ് ഡിസ്കവർ ചെയ്തിരുന്നു. ഹസ്തിനപൂർ ഒരു ഫ്ലഡഡ് റീജിയനാണ്, എപ്പോഴും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു റീജിയനാണ്. അതുകൊണ്ട് തന്നെ കുരുവംശം ഒരുപാട് കാലമൊന്നും അത് ക്യാപിറ്റലായിട്ട് അവിടെ സെറ്റിൽ ചെയ്തിരുന്നില്ല. അവർ കൗസാംബി അലഹാബാദിലെ റീജിയനിലേക്ക് അവർ മൂവ് ചെയ്തിരുന്നു. പാഞ്ചാല കിങ്ഡം, ആ ഒരു രാജകുടുംബം ഫരുദാബാദ് UP ആ റീജിയനായിരുന്നു കവർ ചെയ്തിരുന്നത്. പിന്നീട് ഒരു ലേറ്റർ വേദിക് പീരീഡിൻ്റെ എൻഡൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഒരു 600 BC ഒക്കെ ആയപ്പോഴേക്കും വേദിക് പീപ്പിള് പിന്നീട് ഈസ്റ്റേൺ UP പാർട്ടിലേക്കും പിന്നെ നോർത്തേൺ ബീഹാറിലെ വിദേഹ എന്ന് പറയുന്ന റീജിയനിലും പിന്നെ കോസല ഈസ്റ്റേൺ UPയിലെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു എൻഡ് സമയമൊക്കെ ആയപ്പോഴേക്കും അവർ അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ കോസല എന്ന് പറയുന്നത് രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലേസാണ്. പക്ഷേ രാമനെ പറ്റിയൊന്നും വേദിക് ലിറ്ററേച്ചറിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിൻ്റെ എൻഡ് സമയത്താണ് ഇവർ ഈ ഒരു റീജിയനിലേക്ക് മൂവ് ചെയ്തത് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്തായാലും ഇവർ ഈ ഒരു റീജിയൻ കിട്ടാൻ വേണ്ടി അടി കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പം നല്ലൊരു ബാറ്റിൽ നടന്നിട്ടുണ്ട് റീജിയനിൽ. നമ്മൾ ലാസ്റ്റ് സ്റ്റോൺ കോപ്പർ ഫേസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോൺ കോപ്പർ ഫേസിലുള്ള ആളുകളൊക്കെ ഉത്തർപ്രദേശ് ആ ഒരു റീജിയനിലേക്ക് മൂവ് ചെയ്തിരുന്നു എന്നല്ലേ അവർ കോപ്പർ. അപ്പം ഈ ആര്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അയൺ ഉണ്ട്, അവർ ഹോഴ്സ് റൈഡേഴ്സാണ്. അപ്പോൾ ഒരു സ്റ്റോൺ കോപ്പർ ഫേസിലുള്ള ആൾക്കാർ UP ഭാഗത്ത് കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പം ആര്യൻസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നപ്പം മെയിനായിട്ട് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ കോപ്പർ യൂസ് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവർ അന്നത്തെ കാലത്ത് സ്റ്റോൺ കോപ്പർ ഫേസിൽ യൂസ് ചെയ്യുന്ന പോട്ട്സ് ബ്ലാക്ക് ആൻഡ് റെഡ് എർത്തേൺ പോട്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവർ ചില ഭാഗങ്ങളിൽ ഓക്കർ കൾച്ചർ ഉള്ള ആൾക്കാരും ഈ ഒരു റീജിയനിലുണ്ടായിരുന്നു. ഓക്കർ കൾച്ചർ എന്താണെന്ന് സ്റ്റോൺ കോപ്പർ ഫേസിൽ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു 1800 BCയിലുള്ള ആൾക്കാർ ഈ റീജിയനിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നു, അവർ തമ്മിൽ നല്ല രീതിയിലൊരു ഫൈറ്റ് ഉണ്ടായിരിക്കും. ആര്യൻസിന് നല്ല രീതിയിൽ അയൺ യൂസ് ചെയ്യാൻ അറിയാം, അവർ നല്ല ഹോഴ്സ് റൈഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ഒരു റീജിയനിലുള്ള കോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ യൂസ് ചെയ്തിരുന്ന ആ ആൾക്കാർ എന്ത് ചെയ്തിരിക്കും, അവർ ആര്യൻസിൻ്റെ മുമ്പിൽ കീഴടങ്ങിയിരുന്നു. ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആര്യൻസ് വരുന്ന സമയത്ത് ഈ ഒരു UP റീജിയനിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റോൺ കോപ്പർ ഫേസിലെ ആൾക്കാർ പ്യുവർ ഹാരപ്പൻസ് അല്ല. ഓക്കെ, ഹാരപ്പൻ കൾച്ചർ പിന്നീടാണ് വന്നത് അല്ലേ, സ്റ്റോൺ കോപ്പർ ഫേസ് കഴിഞ്ഞിട്ടാണ് ഹാരപ്പൻ വന്നത്. അപ്പം പ്രീ ഹാരപ്പൻസ് എന്ന് വിളിക്കുക. ഈ പ്രീ ഹാരപ്പൻസിൻ്റെ ആയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആര്യൻസുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു.
അവരുമായിട്ടുള്ള ഫൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ ആര്യൻസിൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് എക്സ്പാൻഷൻ എവിടെ ആയിരുന്നു? ദാസാസും ദാസ്യൂസുമായിട്ട് ആ ഒരു വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലായിരുന്നു. സെക്കൻഡ് ഫേസ് ഓഫ് എക്സ്പാൻഷൻ എന്താണ്? ഈ പ്രീ ഹാരപ്പൻസുമായിട്ട് തന്നെയായിരുന്നു. അയൺ ഫേസിനെ പറ്റി പറഞ്ഞു, അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എക്കണോമിയെ പറ്റിയാണ് നമ്മളിനി നോക്കേണ്ടത്. നമുക്ക് പാകിസ്ഥാനിലെ ഗാന്ധാര റീജിയനിലൊക്കെ അയൺ ലഭിച്ചിരുന്നു. എന്താണ് 1000 BC കാലഘട്ടത്തിൽ ഗാന്ധാര റീജിയനിൽ നിന്ന് അയൺ എക്സ്കവേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പാകിസ്ഥാൻ റീജിയനിൽ ഒരുപാട് ഡെഡ് ബോഡീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മികച്ച രീതിയിലുള്ള നമ്പറിലുള്ള ഡെഡ് ബോഡീസ് ബറി ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ബലൂചിസ്ഥാനിലും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് പഞ്ചാബ്, വെസ്റ്റേൺ UP, രാജസ്ഥാൻ ഇവിടുന്ന് ഒക്കെ അയൺ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോ ഹെഡ്സ്, സ്പിയർ ഹെഡ്സ്, ഈ ആരോ ഹെഡ്സൊക്കെ വെസ്റ്റേൺ UPയിൽ വളരെ കോമൺലി യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈറ്റും വാറും ഒക്കെ നടന്നിട്ടുള്ളതിൻ്റെ ഒരു സൂചനകളാണ് ഇത് തരുന്നത്. പിന്നീട് നമ്മൾ അയൺ ആക്സ് ഫൈൻഡ് ചെയ്തിരുന്നു. ഇത് അവർ മെയിനായിട്ട് ഗംഗാ റീജിയൻ എന്ന് പറയുമ്പോൾ നല്ല ഫെർട്ടൈലായിട്ടുള്ള റീജിയനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്ലിയർ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് റീജിയനാണ്. ആ ഫോറസ്റ്റിനെ വെട്ടി നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അയൺ ആക്സ് യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു റീജിയനിൽ ഏകദേശം ജോഗ്രഫി പറയുകയാണെങ്കിൽ 35 to 65 സെൻറ്റിമീറ്റർ മഴ ലഭിച്ചിരുന്ന റീജിയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് അത്ര തിക്കല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാൻ വളരെ ഈസിയായിരുന്നു. അപ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്ക് ഏകദേശം ഒരു 7th century BC കാലഘട്ടത്തിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അയൺ ഇംപ്ലിമെൻറ്റേഷനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അയണിനെ ശ്യാമ എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത്. അഗ്രികൾച്ചർ ടൂൾസ്, അയൺ വെച്ചിട്ടുള്ള അഗ്രികൾച്ചർ ടൂൾസ് വളരെ കുറവാണ് നമുക്ക് കിട്ടിയിരുന്നത്. നമുക്കറിയാമല്ലോ ഇവരുടെ ഒരു സെക്കൻഡറി ഓക്യുപ്പേഷൻ മാത്രമായിരുന്നു അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ടൂൾസ് കിട്ടിയോണ്ട് അഗ്രികൾച്ചർ ഇല്ലായിരുന്നു എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ ബുക്സിൽ നിന്ന് നമുക്ക് വേറെ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളകളെ യൂസ് ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ഉഴുത് മറിക്കാനായിട്ട് അവർ കാളകളെ യൂസ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വുഡൻ കലപ്പ തന്നെയായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. നമുക്ക് അറിയാം ഇവർ സാക്രിഫൈസസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി ബലി കൊടുക്കലിൽ കന്നുകാലികളെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കൃഷിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള കന്നുകാലികളെ അവർക്ക് ലഭിച്ചിരുന്നില്ല. ഏഷ്യൻ്റ് ആയിട്ടുള്ള കഥകൾ നോക്കുകയാണെങ്കിൽ ജനക രാജാവ്, അത് സീതാദേവിയുടെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ പറയുന്നുണ്ട് വിദേഹ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബീഹാറിലെ നോർത്തേൺ പാർട്ടാണ്. ആ റീജിയനിലേക്ക് ആര്യൻസ് ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിദേഹയുടെ രാജാവാണ് ജനകൻ. അപ്പോൾ ഈ ഒരു ബീഹാർ റീജിയനിലെ ജനകൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലാൻഡ് ഈ അഗ്രികൾച്ചറിന് വേണ്ടി കർഷകർക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നതായിട്ട് കഥകളിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ബലരാമനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ബലരാമൻ എന്ന് പറഞ്ഞാൽ വേൾഡർ ഓഫ് പ്ലൗ എന്ന് പറഞ്ഞാൽ കലപ്പ. അദ്ദേഹം കൃഷ്ണൻ്റെ സഹോദരനാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബലരാമനെ ലേറ്റർ വേദിക് ടെക്സ്റ്റ് ബുക്കിൽ ഹലന്തര എന്നാണ് വിളിച്ചിരുന്നത്. കലപ്പ ഉപയോഗിക്കാനുള്ള അവകാശം നമ്മൾ പറഞ്ഞല്ലോ വർണ്ണ സിസ്റ്റം ഋഗ്വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലേറ്റർ വേദിക്കിലും അത് നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഒരു കലപ്പ ഉപയോഗിക്കാനുള്ള അവകാശം അപ്പർ വർണ്ണ സിസ്റ്റത്തിന് മാത്രം കൊടുത്തിരുന്നോളൂ. അതുപോലെ തന്നെ ഇവർ അഗ്രികൾച്ചറായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ബാർലി, റൈസ്, വീറ്റ് ഇതൊക്കെയായിരുന്നു അവരുടെ ക്രോപ്സ്. പിന്നീട് വീറ്റ് ഈ ഒരു വെസ്റ്റേൺ UPയുടെയും പഞ്ചാബിൻ്റെയൊക്കെ സ്റ്റേപ്പിൾ ക്രോപ്പായിട്ട് മാറി. പിന്നീട് ഇവരുടെ ക്രാഫ്റ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ സ്മിത്തുകളുണ്ടായിരുന്നു. പിന്നീട് സ്മെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു. അയൺ വർക്കിംഗ് ഒക്കെ ഏകദേശം ഒരു 1000 BC തൊട്ട് അയൺ വർക്കിങ്സൊക്കെ ഇവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കോപ്പർ ടൂൾസൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു.
കോപ്പർ ടൂൾസ് കൂടുതലായിട്ടും 1000 BC മുമ്പാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. എന്നാലും ന്യൂമറസ് ആയിട്ടുള്ള കോപ്പർ ടൂൾസൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ കോപ്പർ സ്മിത്തിൻ്റെ എക്സിസ്റ്റൻസ് ആണ് ഇത് വരച്ച് കാട്ടുന്നത്. കോപ്പർ ടൂൾസ് മെയിനായിട്ട് ഹണ്ടിങ്ങിനും ഓർണമെൻറ്റ്സിനും വാറിനും വേണ്ടി ആയിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. വേറെ ക്രാഫ്റ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വീവിങ് ഉണ്ടായിരുന്നു. നെയ്ത്ത് എന്ന് പറയുന്ന തൊഴിൽ വിമൻസിന് വേണ്ടി മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ ഈ ഒരു കല വൈഡ് സ്കെയിലിൽ അവർ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ലെതർ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പോട്രിയും കാർപ്പൻറ്റേഴ്സും ഒക്കെ ഇവിടെ കൂടുതലായിട്ട് നിലനിന്നിരുന്നു. ഈ പോട്രി തന്നെ ലേറ്റർ വേദിക് പീരീഡിൽ 4 ടൈപ്സ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, പിന്നീട് ബ്ലാക്ക് സ്ലിപ്ഡ് വെയർ, മൂന്നാമത്തത് പെയിൻറ്റഡ് ഗ്രേ വെയർ, ലാസ്റ്റ് റെഡ് വെയർ. ഈ റെഡ് വെയർ ആണ് മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ജുവൽ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ജുവലറീസ് റിച്ചർ സൊസൈറ്റിക്ക് വേണ്ടിയായിരുന്നു ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇനി പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് ഇവരൊരു അഗ്രികൾച്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഈ വെസ്റ്റേൺ UP എക്സ്റ്റൻഷനൊക്കെ ആയപ്പോഴേക്കും അഗ്രികൾച്ചറും തുടങ്ങി. അതുപോലെ തന്നെ കുറേ കുലത്തൊഴിലുകൾ, ക്രാഫ്റ്റുകളും തുടങ്ങി. അതോടുകൂടി ഇവരൊരു സെറ്റിൽഡ് ലൈഫാണ് നല്ലത് എന്നുള്ളതും, ഈ ഒരു കന്നുകാലി മേയ്ക്കലിനേക്കാളും നല്ലത്, പാസ്റ്ററൽ ലൈഫിനെക്കാട്ടും നല്ലത് സെറ്റിൽഡ് ലൈഫാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം അവരെന്ത് ചെയ്തു, ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് പോവുകയാണ്. നമുക്ക് കൂടുതലും അയൺ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വിഡൻ പ്ലൗഷെയർസ് ആണ് കൂടുതൽ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അഗ്രികൾച്ചർ അത്ര സക്സസ്ഫുൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർഷകരെല്ലാവരും പിന്നീട് മറ്റു ഒക്കുപ്പേഷനിലേക്ക് എൻഗേജ്ഡ് ആവാൻ തുടങ്ങി. പിന്നീട് അതുകൊണ്ട് തന്നെ അവർ മറ്റു തൊഴിലിലേക്ക് പോയതുകൊണ്ട് തന്നെ ഒരു അഗ്രികൾച്ചർ ആണല്ലോ എല്ലാത്തിനും ബേസസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ടൗൺ മേക്കിങ്ങിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമേഴ്സിന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ടെക്സ്റ്റിൽ നഗര എന്ന് പറയുന്നൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിൽ ബിഗിനിങ് ഓഫ് ടൗൺ എന്ന്, അല്ലെങ്കിൽ ഒരു അർബൻ ലൈഫിലേക്കുള്ളൊരു ബിഗിനിങ് ആണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹസ്തിനപൂർ, കൗസാംബി ഈ റീജിയനിലൊക്കെ പ്രോ അർബൻ സൈറ്റ് എന്ന് വിളിക്കാം. കാരണം അർബൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, ടൗൺ ഉണ്ടാവുന്നതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോ അർബൻ സൈറ്റ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ സീസിനെ പറ്റി, സീ വോയേജസിനെ പറ്റിയൊക്കെ ഇവർ റെഫർ ചെയ്തിട്ടുണ്ട്. മേ ബി അത് കൊമേഴ്സിനെ പറ്റി ആയിരിക്കാം, പക്ഷെ നമുക്ക് വ്യക്തമായ എവിഡൻസസ് ഒന്നും ഇതിനെപ്പറ്റി കിട്ടിയിരുന്നില്ല. ഇനി ഇവരുടെ എക്കണോമിയെ പറ്റിയാണ് പറയുന്നത്. ടാക്സ് കുറച്ചുകൂടി മുമ്പത്തെക്കാളും കമ്പൽസറി ആക്കാൻ തുടങ്ങി. പക്ഷേ ജനങ്ങളുടെ കപ്പാസിറ്റി ആയതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ടാക്സ് മേടിക്കാൻ പറ്റിയിരുന്നില്ല. ഇനി ആ ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഒഫീഷ്യൽ ഡേ ഇവർ നിയമിച്ചിരുന്നു. അതിനെ സംഘ്രീതി എന്നാണ് പറയുന്നത്. ഇവർക്ക് റെഗുലറായിട്ട് ട്രേഡോ കോയിൻസോ ഒന്നും തന്നെ അന്നത്തെ എക്കണോമിയിൽ ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ പൊളിറ്റിക്കൽ ലൈഫിലേക്കാണ് പോകുന്നത്. അന്ന് പോപ്പുലറായിരുന്നുള്ള അസംബ്ലീസ്, അന്നെന്ന് പറയുമ്പോൾ ഋഗ്വേദിക് പീരീഡിൽ ഞാൻ സഭാ സമിതി എന്ന് പറയുന്ന കുറേ അസംബ്ലീസിനെ പറ്റി പറഞ്ഞായിരുന്നു. പക്ഷേ ആ അസംബ്ലീസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോഴേക്കും നഷ്ടമായി. കാരണം രാജാവ് എന്നുള്ള ആൾ കുറച്ചും കൂടി സക്സസ് ആവാൻ തുടങ്ങുമായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന 2 അസംബ്ലീസില്ലേ, സമിതി, സഭ, ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തു. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന അത്ര അധികാരമൊന്നും ഇവർക്ക് ലേറ്റർ വേദിക് പീരീഡിൽ കിട്ടിയിരുന്നില്ല. പിന്നീട് അന്ന് വിമൻസിന് അസംബ്ലിയിൽ പങ്കെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോഴേക്കും അവർക്ക് സഭയിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നീട് അസംബ്ലീസിന് പകരം ഇപ്പം കൂടുതൽ പ്രമുഖരായിട്ട് വന്നിട്ടുള്ളത് നോബിൾസും ബ്രാഹ്മണാസുമാണ്. ബ്രാഹ്മണാസ് കുറച്ചും കൂടി പവർഫുൾ ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, രാജാവാണ് കുറച്ചും കൂടി പവർഫുൾ ആവാൻ തുടങ്ങിയത്. മുമ്പ് പ്രീസ്റ്റിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഇതിൻ്റെ ഒരു ചേഞ്ചസ് ആണ് പൊളിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് നോക്കിക്കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ കിങ്ഡംസ് ഉണ്ടാവാൻ്റെ
കിങ്ഡംസ് ഉണ്ടാവാൻ തുടങ്ങി, ട്രൈബൽ അതോറിറ്റീസ് ഉണ്ടാവാൻ തുടങ്ങി. നേരത്തെ ഒരു സിവിൽ സിസ്റ്റം അല്ലെങ്കിൽ ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം ടെറിട്ടറീസ് അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു പർട്ടിക്കുലർ ട്രൈബൽ അല്ലെങ്കിൽ അവർ ഓരോ ഏരിയകൾക്ക് പേരിടാൻ തുടങ്ങി, ഓരോ ടെറിട്ടറിക്ക് പേരിടാൻ തുടങ്ങി. ഒന്നെങ്കിൽ അവിടെ നിലനിന്നിരിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പിൻ്റെ പേരായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ പേര് തന്നെ അതിന് കൊടുക്കും. പിന്നീട് ഈ ഒരു ടെറിട്ടറിക്ക് വേണ്ടി അവർ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ടേമാണ് രാഷ്ട്ര. രാഷ്ട്ര മീൻസ് ടെറിട്ടറി. അതുപോലെ കിങ്സ് കുറച്ചും കൂടി റിച്വൽസിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ആവാൻ തുടങ്ങി. അവർ നടത്തുന്ന സാക്രിഫൈസസിനെ രാജസൂയ എന്ന് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അശ്വമേധ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു കുതിരയെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് പോകുന്ന എല്ലാ ലാൻഡും എന്ത് ചെയ്യുകയാണ്, ആ രാജാവിന് സ്വന്തമാണ്. അതിനുശേഷം ഏതെങ്കിലും ഏരിയയിൽ വെച്ച് ആ കുതിരയെ ഏതെങ്കിലും ഒരു ടെറിട്ടറിയിൽ കെട്ടിയിടുവാണെങ്കിൽ ആ റീജിയനിലുള്ള ചീഫുമായിട്ട് യുദ്ധത്തിലേർപ്പെടും. അതാണ് ഈ ഒരു അശ്വമേധ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പോകുന്ന ആ റീജിയനെല്ലാം ആ രാജാവിന് സ്വന്തമാക്കാൻ പറ്റും. അതുപോലെ തന്നെ കിങ്ങിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കമാൻഡർ ഉണ്ടാവും, ചീഫ് ക്യൂനുണ്ട്, പിന്നെ ഹൈ ഫങ്ഷണറീസും ഉണ്ട്. പിന്നെ ലോവർ ലെവൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി വില്ലേജ് അസംബ്ലീസ് ആണ് ഉള്ളത്. ഈ വില്ലേജ് അസംബ്ലിയെ കൺട്രോൾ ചെയ്യുന്നത് ആ റീജിയനിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രൈബിൻ്റെ ചീഫായിരിക്കും. ഇനി ഇപ്പോഴും ലേറ്റർ വേദിക് പീരീഡിൽ ഇത്രയും കിങ് പവർഫുൾ ആണെങ്കിലും ഒരു സ്റ്റാൻഡിങ് ആർമിയൊന്നും ഈ ലേറ്റർ വേദിക്കിലും ഉണ്ടായിരുന്നില്ല. ഇനി ഇവിടുത്തെ സോഷ്യൽ ഓർഗനൈസേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ ഓർഗനൈസേഷൻ പറയുമ്പം 4 വർണ്ണ സിസ്റ്റമാണുള്ളത്. ഒന്ന് ഫസ്റ്റ് വർണ്ണ ബ്രാഹ്മണാസ്, 2 ക്ഷത്രിയ, 3 വൈശ്യ, 4 ശൂദ്ര. ബ്രാഹ്മണാസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ മെയിനായിട്ട് ബ്രാഹ്മണാസ് എന്ന് പറഞ്ഞാൽ 16 പ്രീസ്റ്റുകൾ ചേർന്നിട്ടുള്ളൊരു ക്ലാസ്സാണ്, ആ ഗ്രൂപ്പുകളാണ്. ഇവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ സാക്രിഫൈസസ് ചെയ്യുക, അവിടുത്തെ റിച്വൽസ് കണ്ടക്ട് ചെയ്യുക, ഫെസ്റ്റിവൽസ് കണ്ടക്ട് ചെയ്യുക, അവരുടെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റിന് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണാസിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ഷത്രിയാസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, അവർ മിലിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ബ്രാഹ്മണാസും ക്ഷത്രിയാസും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ അന്നത്തെ രാജാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണറിനെ ഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദിക് പീരീഡിൻ്റെ ഒരു എൻഡൊക്കെ ആവുന്ന സമയത്തേക്ക് ഈ 2 ഗ്രൂപ്പുകളും തമ്മിൽ അങ്ങ് ഫ്രണ്ട്സ് ആവും, ഈ ക്ഷത്രിയും ബ്രാഹ്മണസും തമ്മിൽ. എന്നിട്ട് പുതിയൊരു സൊസൈറ്റിയെ നമുക്ക് റൂൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ 2 കൈ കൊടുക്കാറുണ്ട്. അത് ലേറ്റർ വേദിക് പീരീഡിൻ്റെ എൻഡിൻ്റെ സമയത്താണ്. അതിനു മുമ്പ് വരെ ഈ ബ്രാഹ്മണാസും ക്ഷത്രിയാസും തമ്മിൽ നല്ല കോൺഫ്ലിക്റ്റ് നടന്നിരുന്നു. ഇനി 3ാമത്തെ വർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വൈശ്യാസാണ്. വൈശ്യാസ് എന്ന് പറഞ്ഞാൽ കോമൺ പീപ്പിളാണ്, അവരുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാം. ഈ പ്രൊഡ്യൂസേഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും അത് ഈ അപ്പർ ക്ലാസ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് അവർ ട്രിബ്യൂട്ട് ചെയ്ത് ആണ് അവർക്ക് പേ ചെയ്യുന്നത്. ആ ട്രിബ്യൂട്ടിന് എന്തെങ്കിലും പാകപ്പിഴവുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെൻറ്റ് കിട്ടുമായിരുന്നു. ഈ വൈശ്യാസും സപ്രസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്, പക്ഷേ ഇവർ കുറച്ചും കൂടി അത്ര സ്ലേവറി ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല വൈശ്യാസ് ഉള്ളത്. ഇവർ മെയിനായിട്ട് അഗ്രികൾച്ചർ, കാറ്റിൽ ബ്രീഡിങ്, ആർട്ടിസൻസ്, ഈ ഒരു തൊഴിലുകളായിരുന്നു ചെയ്തിരുന്നത്. ഈ ലേറ്റർ വേദിക് പീരീഡിൻ്റെ അവസാനമൊക്കെ ആയപ്പം ഈ വൈശ്യാസാണ് എന്തായിട്ട് മാറുന്നത്, ട്രേഡേഴ്സായിട്ട് മാറുന്നത്. ഈ 3 ഹയർ വർണ്ണാസ് ഉണ്ടല്ലോ, ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, പിന്നീട് പറഞ്ഞ വൈശ്യാസ്. ഈ 3 വർണ്ണസിനുമുള്ള കോമൺ ഫീച്ചർ എന്താന്ന് പറഞ്ഞാൽ ഉപനയന എന്ന് പറയും. ഉപനയന എന്ന് പറഞ്ഞാൽ പൂണൂലിടാൻ ഇവർക്ക് പറ്റുമായിരുന്നു. പൂണൂലിട്ടിട്ടാണ് ഇവർ ഈ ഓരോ റിച്വൽസ് ചെയ്തിരുന്നത്. ഇനി ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളതാണ് ശൂദ്രാസ്. ഇവരെ സർവൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവർക്ക് നല്ല രീതിയിൽ പണിഷ്മെൻറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഈ ശൂദ്രാസാണ് നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ട്രൈബ് എന്ന് പറയുന്നത്. പക്ഷേ ഇവരെ സപ്രസ് ചെയ്തിട്ടാണ്
ആര്യൻസ് എന്ത് ചെയ്തത്, അപ്പർ വർണ്ണ സിസ്റ്റത്തിലേക്ക് വന്നത്. ഇനി ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ പിതാവ് ഫാദറിനാണ് ഇൻക്രീസിങ് പവർ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെയിലായിട്ടുള്ള ആൻസിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പിതാമഹന്മാരെ വർഷിപ്പ് ചെയ്തിരുന്നു. വിമന് ഒരു ലോവർ പൊസിഷനാണ് കൊടുത്തിരുന്നത്. അതായത് എപ്പോഴും മെന്നിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടാണ് വിമനെ കൺസിഡർ ചെയ്തത്. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഋഗ്വേദിക് പീരീഡിൽ വിമൻസിന് അസംബ്ലിയിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് കുറച്ചും കൂടി ഹയർ പൊസിഷനായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ലേറ്റർ വേദിക് ആയപ്പോഴേക്കും വിമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജെൻഡർ ഇനിക്വാളിറ്റി വളരെയധികം കാണിച്ചിരുന്നത് ലേറ്റർ വേദിക് പീരീഡിലായിരുന്നു. നമ്മൾ പറയുന്നത് ഗോത്രവർഗം, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോത്ര അപ്പിയർ ചെയ്യുന്നത് ലേറ്റർ വേദിക് പീരീഡായിരുന്നു. അത് ഈ ഗോത്ര എന്ന് പറയുന്ന ടേം അഥർവ വേദത്തിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഗോത്രങ്ങൾക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങൾ അഥർവ വേദത്തിൽ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേ ഗോത്രവർഗത്തിലുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കാവും. വ്യത്യസ്ത ഗോത്രവർഗത്തിലുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കുന്നത് അന്നത്തെ കാലത്ത് ലേറ്റർ വേദിക് പീരീഡിൽ അംഗീകരിച്ചിരുന്നില്ല. ആശ്രമം, 4 സ്റ്റേജസ് ഓഫ് ആശ്രമം ഉണ്ട് അല്ലേ. അതായത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടം. ഗൃഹസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡർ. അതുപോലെ വനസ്പതി എന്ന് പറയുന്നത് പാർഷ്യൽ റിട്ടയർമെൻ്റ് ആണ്. സമസ്യ എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിട്ടയർമെൻറ്റ് ഫ്രം ദ വേൾഡ്. അപ്പോൾ ഇതൊക്കെ ലേറ്റർ വേദിക് പീരീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര നല്ല രീതിയിൽ വ്യക്തമായിട്ട് ആശ്രമ ജീവിതത്തെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ആദ്യത്തെ ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വനസ്പതി ഈ 3 കാര്യങ്ങളെ മെൻഷൻ ചെയ്തിട്ടുള്ളായിരുന്നു. സമസ്യ അതായത് കംപ്ലീറ്റ് റിട്ടയർമെൻറ്റ് ഫ്രം ദ വേൾഡ് എന്നുള്ള ആ സമസ്യ എന്ന് പറയുന്ന ആ സ്റ്റേജ് ലേറ്റർ വേദിക് പീരീഡിന് ശേഷമുള്ള ബുക്കുകളിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആശ്രമാസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജസ് ഓഫ് ലൈഫ് അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ലേറ്റർ വേദിക് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇനി ഇവരുടെ ഒരു റിലീജിയസ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അവർ മാറി. പ്രജാപതി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ്, ആ പ്രജാപതിക്കായിരുന്നു സുപ്രീം പൊസിഷൻ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ കുറേ മൈനർ ഗോഡുകളുണ്ടായിരുന്നു. രുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ആനിമൽസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ പൂജിച്ചിരുന്നു. വിഷ്ണു ഭഗവാൻ ഒരു പ്രിസർവർ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റർ ആണ് എന്ന് ലേറ്റർ വേദിക് പീരീഡിലുള്ള പീപ്പിൾസ് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വർണ്ണ സിസ്റ്റം ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പർ ക്ലാസ്സിലുള്ള ദൈവങ്ങളെ പൂജിക്കാൻ ശൂദ്രാസിനൊന്നും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ദൈവമാണ് പുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിലിനെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്റ്ററാണ്. അതുപോലെ തന്നെ പബ്ലിക് സാക്രിഫൈസസിന് വേണ്ടി രാജാക്കന്മാരും അതുപോലെ തന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റിയും ഇൻവോൾവ് ചെയ്തിരുന്നു. അതുപോലെ പ്രൈവറ്റ് സാക്രിഫൈസസുകളും അവിടെ നടന്നിരുന്നു. പ്രൈവറ്റ് സാക്രിഫൈസസുകൾ ചെയ്തിരുന്നത് ഓരോ വ്യക്തികളുടെ അവരവരുടെ വീട്ടിൽ തന്നെയാണ് ഈ സാക്രിഫൈസസുകൾ ചെയ്തിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മാറി എന്നുള്ളതാണ്. നമുക്കറിയാം ലേറ്റർ വേദിക് പീരീഡിലേക്ക് വന്നപ്പം അഗ്രികൾച്ചറൊക്കെ വന്നപ്പോൾ അവർക്കൊരു സെറ്റിൽഡ് ലൈഫ് വേണമെന്നുള്ള ചിന്ത വന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രൂഫാണ് ഇന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇവരുടെ ബുക്കുകളിൽ ലിറ്ററേച്ചേഴ്സിലൊക്കെ പ്രൈവറ്റ് സാക്രിഫൈസസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സാക്രിഫൈസസ് നമുക്കറിയാലോ ആനിമൽസിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഗോഗ്ന എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് ബ്രാഹ്മണേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ആ ബ്രാഹ്മണേഴ്സിന് കൊടുക്കുന്ന ഗിഫ്റ്റിനെ ദക്ഷിണ അല്ലെങ്കിൽ ദക്ഷിണ എന്നാണ് പറഞ്ഞിരുന്നത്. ഗിഫ്റ്റായിട്ട് ഗോൾഡും പിന്നെ കന്നുകാലികളെയും വസ്ത്രങ്ങളും പിന്നെ കുതിരകളും കൊടുത്തിരുന്നു. പിന്നെ ഈ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു. പക്ഷേ ഈ ഒരു ദക്ഷിണയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ദക്ഷിണയായിട്ട് ഇവർ ലാൻഡുകളും വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാൻഡുകൾ വാങ്ങി ഇവർ എന്താണ് പറയുന്നത്, ഇവരങ്ങ് കുറച്ചും കൂടി പവർഫുൾ ആവാൻ തുടങ്ങുകയാണ്. അപ്പം ഇവർ അശ്വമേധ വഴി കിട്ടുന്ന ലാൻഡുകളുണ്ടല്ലോ, ഈ അശ്വമേധയൊക്കെ ചെയ്യുന്നത് ബ്രാഹ്മണേഴ്സ് ആണല്ലോ. കാരണം അവരുടെ ക്ലൈൻ്റ് ആയിട്ടാണ് കിങ് വരുന്നത്.
കിങ്ങിന് വേണ്ടി അശ്വമേധ ചെയ്യും. അശ്വമേധ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ബ്രാഹ്മൺസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതുവഴി കിട്ടുന്ന ലാൻഡുകൾ ക്ലെയിം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ക്ലെയിം ചെയ്തിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലേറ്റർ വേദി പീരീഡിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഈ പ്രീസ്റ്റ് കിങ്ങിനെ ഓവർ റൂൾ ചെയ്തിട്ട് പ്രീസ്റ്റ് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം കിങ്ങിന് സ്റ്റാൻഡിങ് ആർമി ഇല്ല, ഒരു റെഗുലർ ആർമി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ഈ ക്ലെയിം ചെയ്ത ലാൻഡുകളെല്ലാം കൂടി ചേർത്ത് പ്രീസ്റ്റ് എന്തായി വരും, പ്രമുഖരാവാൻ തുടങ്ങും. പിന്നീട് ഋഗ്വേദി പീരീഡിനെ പോലെ തന്നെ ഇവരുടെ വർഷിപ്പ് എല്ലാം മെറ്റീരിയൽ റീസൺസിന് വേണ്ടിയായിരുന്നു. അതായത് അവരുടെ കുട്ടികൾക്ക് വേണ്ടി ക്യാറ്റിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ വെൽത്തിന് വേണ്ടിയൊക്കെ ആയിരുന്നു അവർ വർഷിപ്പ് ചെയ്തിരുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ലേറ്റർ വേദിക് പീരീഡൊക്കെ ആയപ്പം പ്രീസ്റ്റ് ഡോമിനേഷന് വേണ്ടി അവരുടെ കൾട്ട്, അവർ ചെയ്യുന്ന റിച്വൽസിനെതിരെയൊക്കെ കുറച്ച് പേര് എന്ത് ചെയ്തു, എതിർക്കാൻ തുടങ്ങി. 600 BC ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രീസ്റ്റും കിങ്ങും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു റിച്വൽസിനെതിരെയുള്ള കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ ലേറ്റർ വേദിക് പീരീഡിൽ കുറേ ടെക്സ്റ്റ് ബുക്കുകളെ പറ്റി പറഞ്ഞാണ് നമ്മൾ ഇത്രയും അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞത്. ഇനി മറ്റ് ടെക്സ്റ്റ് ബുക്കുകളെ പറ്റി പറയാം. ഉപനിഷത്ത് ഒരു 600 BC ഒക്കെ ആയപ്പോഴാണ് കമ്പൈൽ ചെയ്യാൻ തുടങ്ങിയത്. അതിൽ ബ്രഹ്മാവാണ് അവരുടെ സുപ്രീം ഗോഡായിട്ട് അതിൽ പറഞ്ഞേക്കുന്നത്. പിന്നീട് ബ്രാഹ്മണാസ് ഉണ്ട്. ബ്രാഹ്മണാസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഗ്വേദിക് പീപ്പിൾ എഴുതിയിട്ടുള്ള ആ ലിറ്ററേച്ചർ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ആരണ്യകാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിലുള്ള ബുക്സുകളാണ്. അതെല്ലാം ഡീല് ചെയ്തത് മിസ്റ്റിസിസമാണ്. മിസ്റ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭക്തി മൂവ്മെൻറ്റിൻ്റെ എല്ലാ പാട്ടുകളും ഉൾക്കൊള്ളുന്നതിനെയാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുക, അത് 3 രീതി മീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഭക്തി മാർഗം വഴി, 2 കർമ്മ മാർഗം വഴി, അല്ലെങ്കിൽ ധ്യാൻ മാർഗം വഴി. ഭക്തി മാർഗം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ, കർമ്മ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളിലൂടെ, ധ്യാൻ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് അറ്റൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദൈവത്തിന് എത്താൻ പറ്റും. അതിനെ പറ്റിയാണ് ആരണ്യകാസിൽ പറയുന്നത്. നേരത്തെ പറഞ്ഞ ഉപനിഷത്തിനെ പറ്റി പറഞ്ഞപ്പം ഉപനിഷത്തിൽ മെയിനായിട്ട് കോൺവെർസേഷനാണ്. ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഉപനിഷത്തിൽ പറയുന്നത്. അത് പല രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കഥ ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനും നച്ചിക്കേറ്റും തമ്മിലുള്ള ഡയലോഗാണ് അതിൽ പറയുന്നത്. പിന്നെ മുണ്ടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക ഉപനിഷത്തിലാണ് സത്യമേവ ജയതയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ജപാല ഉണ്ട്. ജപാലയിലാണ് ആശ്രമത്തിൽ പാലിക്കേണ്ട ധർമ്മത്തെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ലോർഡ് കൃഷ്ണനെ പറ്റി ആദ്യമായിട്ട് മെൻഷൻ ചെയ്തത് ചാന്തോഗ്യ ഉപനിഷത്ത് വഴിയാണ്. ഇനി ഉപവേദാസ് ഉണ്ട്. ഉപവേദാസ് വരുന്നത് ഇതിൽ പറയുന്നത് നമ്മുടെ ട്രഡീഷനെ പറ്റിയുള്ള ടെക്നിക്കൽ നോളജ് തരുന്നതാണ് ഉപവേദസ്. അതായത് ആയുർവേദ എന്ന് പറയാം. ആയുർവേദ ഒരു ഉപവേദയാണ്. അതിൽ നമുക്ക് പറയുന്നത് ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മെഡിസിനൽ നോളജിനെ പറ്റിയാണ് ഉപവേദാസിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഉപവേദയായിട്ട് പറയുന്നത് ധനുർവേദയാണ്. ധനുർവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ചറീസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള നോളജാണ് പറയുന്നത്. ഇത് നമുക്ക് യജുർവേദയിൽ നിന്നാണ്, ആ യജുർവേദയിലെ ട്രഡീഷനിൽ നിന്നാണ് ഈ ടെക്നിക്കൽ നോളജ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗാന്ധർവവേദയുണ്ട്. ഗാന്ധർവവേദ എന്ന് പറഞ്ഞാൽ സാമവേദയിലെ ട്രഡീഷണൽ നോളജ് എടുത്തിട്ടാണ് ഉപവേദമായിട്ട് എടുത്തേക്കുന്നത്. അതിൽ മ്യൂസിക്കും ഡാൻസിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഇനി ലാസ്റ്റത്തെ പറഞ്ഞത് ശസ്ത്രവേദ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി ടെക്നിക്കിനെ പറ്റിയാണ് പറയുന്നത്. അത് അസോസിയേറ്റ് ചെയ്യുന്നത് അഥർവവേദയിൽ നിന്നാണ്. അപ്പം ഈ ലേറ്റർ വേദിക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് നോളജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേദാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവൈവൽ ഓഫ് ബ്രാഹ്മണിസമാണ്, അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചറിൻ്റെ എൻഡ് സ്റ്റേജാണ്. പക്ഷേ വേദാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദിക്കിൻ്റെ പാർട്ടൊന്നും അല്ലല്ലോ.
കാരണം അതിൻ്റെ എൻഡ് ഓഫ് വേദയാണ്. പേര് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും അതൊരു വേദിക് ലിറ്ററേച്ചറിൻ്റെ പാർട്ടാണ്. പക്ഷെ വേദാന്ത എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് വേദിക് ടൈം, റിവൈവൽ ഓഫ് ബ്രാഹ്മണിസം. നമുക്ക് വേദിക് ലിറ്ററേച്ചറിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് വേദാന്ത എന്ന് പറയുന്നത്. 6 വേദാന്താസ് ഉണ്ട്. ശിക്ഷ, കൽപ്പ്, വ്യാകരൺ, ഛാന്ദ്, ജ്യോതിഷ്, നിരുക്ത. ഇത് ഇത്രയും കൂടി ചേരുന്നതാണ് വേദാന്ത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലേറ്റർ വേദിക് പീരീഡ് 600 BC ഒക്കെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ രാജാക്കന്മാരും പ്രീസ്റ്റുമായിട്ട് കോൺഫ്ലിക്റ്റുകൾ നടത്തി. പിന്നെ കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഈ ഒരു റിച്വൽസിനെ പറ്റിയും വർണ്ണ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ ഫൈറ്റുകളുണ്ടായി. അപ്പം എന്താണ് ഒരു ടെറിട്ടറി ഫോർമേഷനൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പം മഹാഭാരത ബാറ്റിൽ നോക്കുവാണെങ്കിൽ തന്നെയും അത് എന്തിനു വേണ്ടിയാണ്? ടെറിട്ടറിക്ക് വേണ്ടിയാണ് ആ ഒരു ബാറ്റിൽ നടത്തിയത്. അപ്പം ഈ ഒരു പാസ്റ്ററലായിട്ടുള്ള ആൾക്കാർ അഗ്രികൾച്ചറിലേക്ക് മാറിയെങ്കിലും ഒരു രാജ്യം ഡെവലപ്പ് ആയോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു രാജ്യം ഡെവലപ്പ് ആവണമെങ്കിൽ അവിടെ റെഗുലർ ആയിട്ടൊരു ടാക്സ് കളക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ആർമി ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ പാസ്റ്ററിൽ നിന്ന് അഗ്രികൾച്ചറിലേക്ക് മാറി ബിഗിനിങ് സ്റ്റേജ് ഓഫ് ഒരു ടൗൺ പ്ലാനിങ് ഒക്കെ വന്നു. പക്ഷേ ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അതായത് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ ഈ ഒരു ഇവിടെ ഇപ്പം പോസ്റ്റ് ഹിസ്റ്റോറിക് പീരീഡ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഹിസ്റ്റോറിക് പീരീഡിലേക്ക് പോവുകയാണ്. ഒരുപാട് കുടുംബങ്ങളെ പറ്റി പഠിക്കും, ഒരുപാട് രാജാക്കന്മാരെ പറ്റി പഠിക്കും. പക്ഷേ ഇവിടെ എൻഡ് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഒരു നേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു ലാംഗ്വേജ് ഉണ്ടാവണം, അവിടെ ഒരു ജോഗ്രഫി ഉണ്ടാവണം, ഒരു റിലീജിയൻ ഉണ്ടാവണം, ഒരു റേസ് ഉണ്ടാവണം, ഒരു എക്കണോമി ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാതെ ഒരു നേഷൻ ഉണ്ടാവില്ല. ഒരു എംപയർ ഫോം ചെയ്യുന്നത് ഒരുപാട് പേര് സപ്രസ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി ആയിരിക്കും. അപ്പം എന്തായാലും ഈ ഒരു ലേറ്റർ വേദിക് പീരീഡോട് കൂടി ഫോഴ്സ്ഫുള്ളി എന്തുണ്ടാവാൻ പോവാണ്? ഒരു എംപയർ സിസ്റ്റം ഉണ്ടാവാൻ പോവാണ്. നമ്മൾ ഒരുപാട് ഏഷ്യൻ ഹിസ്റ്ററിയിലെ രാജാക്കന്മാരെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഇനി ഒരു സ്റ്റേറ്റ് സിസ്റ്റമൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരു ആർക്കിയോളജി എവിഡൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 510 AD ആണ്. ഇപ്പോൾ ഒരു 600 BC ആണ് ലേറ്റർ വേദിക് പീരീഡ് എൻഡ് ചെയ്തത്. 510 AD ഒക്കെ ആയപ്പോഴേക്കും ഒരു സ്റ്റേറ്റ് സിസ്റ്റമൊക്കെ ഫോം ചെയ്തു. അതായത് ഒരു എംപയർ ഒക്കെ ഫോം ചെയ്യാൻ പോവുകയാണ്. ഇതിനെ പറ്റിയൊക്കെ ഭാനുഗുപ്തയുടെ ഇൻസ്ക്രിപ്ഷൻസിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹിസ്റ്റോറിക് പീരീഡിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്നത്തോടു കൂടി നമ്മൾ പോസ്റ്റ് ഹിസ്റ്റോറിക് പീരീഡ് എൻഡ് ചെയ്യുകയാണ്. നമ്മൾ കംപ്ലീറ്റ് സിലബസ് പഠിച്ചു. ഋഗ്വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ ഋഗ്വേദിക് പീരീഡ്. അതുപോലെ പോസ്റ്റ് ഹിസ്റ്റോറിക് പീരീഡിലെ ഹാരപ്പന് കൂടി ചേരുന്നതാണ് ഈ ഒരു കാലഘട്ടം. ഇതിനുശേഷം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക് പീരീഡിലേക്ക് പോവുകയാണ്. ഹിസ്റ്റോറിക് പീരീഡ് മെയിനായിട്ട് ഏൻഷ്യൻ്റ്, മിഡിവൽ, മോഡേൺ, അതാണ് പഠിക്കാൻ പോകുന്നത്. സോ ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.